കോട്ടയത്തെ കൺസെഷൻ നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു. മാളികക്കടവ് കോട്ടയം റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ പ്രദീപിനാണ് മർദ്ദനമേറ്റത്. അക്രമത്തിൽ കണ്ടക്ടർക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. എൻ്റെ ഞാൻ ചെയ്തതെന്നാന്ന് ചോദിച്ചു. എസ് ടി ആണ്. ഞാൻ പറഞ്ഞു യൂണിഫോം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് യൂണിഫോം ഇല്ലെന്ന് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഐ ഡി കാർഡോ എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് കൊച്ചിനോട് 2 രൂപയും മേടിച്ചേ. 2 രൂപയും മേടിച്ച് ആ കൊച്ച് ബാക്കി പാലത്തിൻ്റെ അവിടെ ഇറങ്ങി. തിരിച്ചു വരുന്ന സമയത്ത് ആ സമയത്ത് വണ്ടിക്ക് അത് വലിയ ആളില്ല, 2-3 പേര് നിലവിലുള്ളൂ. ഞങ്ങൾ വരുമ്പോഴത്തേന് പിന്നെ പാക്കിക്കവലിക്ക് ഇപ്പുറത്ത് ആ പള്ളിയുടെ അവിടെ ഒരു 10-40 പേര് നിപ്പുണ്ട്. അതിനകത്ത് 3-4 പേര് വഴിയുടെ നടുക്കൂട്ടം കയറി നിന്ന്. 3-4 പേര് വഴിയുടെ അടുക്കട്ട് കയറുന്ന വണ്ടി തടഞ്ഞു. കണ്ടക്ടർ ഏതാന്ന് ഇപ്പോൾ കൊച്ചു ചൂണ്ടിക്കാണിച്ച് ആ ഇരിക്കുന്നത്. അപ്പം ഞാൻ വണ്ടിയുടെ ഫുട്ബോളിൻ്റെ തൊട്ട് പുറകിൽ ഡീസൽ കാശ് കൊടുക്കണമായിരുന്നു. അത് എണ്ണിക്കൊണ്ടിരിക്കുക. എൻ്റെ പുത്രനാണ്, അവനും വണ്ടി പൈസ മേടിക്കാൻ വന്നാൽ വീട്ടിലേക്ക് കറി വയ്ക്കേണ്ട. ഇവനും എൻ്റെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇവർ കയറി വന്നണോ എന്ന് നീ ആണ്ട കണ്ടക്ടറെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് കണ്ണവാൻ അടിക്കുമായിരുന്നു. അടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് കയറി പിടിക്കാൻ ചെന്നപ്പോൾ അവനിട്ടും അടിച്ചതെന്ന് വെച്ചാൽ അവൻ്റെ കൊറനായ്ക്ക് പിടിച്ച് കമ്പിയോട് ചേർത്തങ്ങ് വെച്ചു. അവർ പിന്നെ അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങിയപ്പോൾ ഒരുത്തൻ ഓടി ഒരു ഹെൽമെറ്റ് പോയിട്ട് ഓടി കൊണ്ടുവന്ന് ഫുട്ബോളിലോട്ട് ചാടിയിട്ട് വെളിയിൽ നിന്ന് ഒറ്റ അടിയായിരുന്നു. എന്തായാലും ഈ കണ്ടക്ടറോട് കാണിച്ച വലിയ നെറികേടായിപ്പോയി. ഈ വിവരക്കേട് കാണിച്ചവരെ കർക്കശമായ ശിക്ഷ കൊടുക്കാൻ പോലീസ് തയ്യാറാകണം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പാവം കണ്ടക്ടർ എടുത്തിട്ട് ചതയ്ക്കുമ്പം ഈ വണ്ടിയിൽ വേറെ ആരും ഇല്ലായിരുന്നു തോന്നുന്നു. മാത്രമല്ല കൺസെഷൻ ടിക്കറ്റ് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അടിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് KSRTC ബസ് സ്വകാര്യ സർവീസുകളും സർവീസ് നടത്തുക? വിവരങ്ങൾ. SKN വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ചന്തക്കവലയിൽ നിന്നുമാണ് ഈ പെൺകുട്ടി ബസ്സിൽ കയറുന്നത്. അപ്പോൾ ഈ ഇറങ്ങേണ്ട സ്ഥലം എത്താറായപ്പോൾ ടിക്കറ്റ് ചോദിക്കുന്നു. പക്ഷേ ആ സമയത്ത് കൺസെഷൻ ആണെന്ന് പറഞ്ഞ് 2 രൂപ കൊടുക്കുകയാണ്. അപ്പോഴാണ് കണ്ടക്ടർ ശ്രദ്ധിക്കുന്നത് യൂണിഫോം ഇല്ല, ബാഗില്ല. അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടുത്തെ ID കാർഡോ അല്ലെങ്കിൽ ST കാർഡോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും കാണിക്കാൻ ഈ വിദ്യാർത്ഥിനിയുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി വരുമ്പോൾ ഈ കൺസെഷനോ ടിക്കറ്റോ കൊണ്ടുവരണം, അല്ലാതെ ഇനി യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടക്ടറായിട്ടുള്ള പ്രദീപ് പറഞ്ഞു. അതിനുശേഷം ആ വിദ്യാർത്ഥിനി ഇറങ്ങിപ്പോയി. പിന്നീട് ഈ മാളികക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നതിന് ശേഷം തിരിച്ച് അടുത്ത ട്രിപ്പിന് വേണ്ടി ബസ് വരുമ്പോഴാണ് കുറേ ആളുകൾ ചേർന്ന് ഈ ബസ് തടയുന്നതും അവിടെ വെച്ച് ബസ്സിനുള്ളിൽ കയറി 2 പേര് ഈ കണ്ടക്ടർ പ്രദീപിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും. അതിനുശേഷം അവർ ഇറങ്ങിപ്പോയപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചു എന്നാണ് പ്രദീപ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല. ആ അടിയുടെ ആഘാതത്തിൽ തലയുടെ ഇടതുഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടാവുകയുണ്ടായി. അതേ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. തുടർന്ന് ചിങ്ങവനം പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടൊരു കേസും എടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു പ്രദീപിനെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാണ് ആ കേസ് എടുത്തിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ പോക്സോ കേസായിട്ടാണ് അത് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നം ഇത്തരത്തിൽ ഒരു ക്രൂരമർദ്ദനത്തിലേക്ക് പോയതിനെ തന്നെയാണ് ആളുകളും നാട്ടുകാരും എല്ലാം തന്നെ എതിർക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ഒരു കാരണവശാലും ശരിയല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും 2 കേസുകളാണ് ചിങ്ങവനം പോലീസ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ആ മർദ്ദനത്തിൽ ഈ പ്രദീപിൻ്റെ മകൻ ഒപ്പം ഉണ്ടായിരുന്നു. ആ ബസ്സിൽ ഒപ്പം ഇരിക്കുന്നത് മകനാണ്. മകനും മർദ്ദനമേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിലിരുന്ന ബാഗിലെ പണം കാണാതെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണമാല ഈ മകൻ്റെ കഴുത്തിലുണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പരാതി കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ക്രൂരമർദ്ദനമാണ് പ്രദീപിനെ ഏൽക്കേണ്ടി വന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി 40 വർഷത്തോളം ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്കാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ടോബി ജോൺസണാണ്. എന്തായാലും പോലീസ് അന്വേഷിച്ച് കൃത്യം കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ. പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് എന്ന് പറയുന്നു. എന്തായാലും കാര്യമായിട്ട് അന്വേഷണം നടക്കട്ടെ. ഗതാഗത വകുപ്പാണെങ്കിൽ അവരും ഇടപെടട്ടെ.